ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ എണീച്ചിരിക്കുകയാണ്. ഇത്ര 7 മണി അല്ലേ? 7 മണി 7 ആവാനായി. ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. അതോ ഒന്ന് ഭയങ്കര സന്തോഷം. എന്തായത് ഇനി രാവിലെ എണീച്ച് നോക്കിയപ്പം 30K ഒക്കെ 39K ആയിക്ക് ഫോളോവേഴ്സൊക്കെ. ഭയങ്കര സന്തോഷം. ആ സന്തോഷത്തിൽ ചാടി എണീറ്റു. ഇനിയിപ്പോൾ ഒന്ന് എൻ്റെ വക ചായ മോമോസ് എന്തെങ്കിലുമൊക്കെ അവർക്ക് വാങ്ങിക്കൊടുക്കണം. നമ്മൾ ടെൻ്റ് അടിച്ച സ്ഥലം കാണിച്ചു കേട്ടോ. ഇതാണ് ടെൻ്റ് അടിച്ച സ്ഥലം. ഇന്നലെ ടെൻ്റ് അടിച്ചതിനെക്കാട്ടിലും അടിപൊളിയാണ്. ഇതൊരു വിറക് പോലെ എന്തോ ആണ്. വീടും ഉണ്ട് അതിൻ്റെ സൈഡിലായിട്ട്. ഇവിടെ കിഡ്ലോസ്കി. ഇനി നമുക്ക് പോകാനുള്ള വഴി ഇതാ. ആ വഴിയാണ് പോകാനുള്ള വഴി. നമ്മൾ വന്ന വഴി ഇതാ, ഈ വഴി. ഓട്ടോയൊക്കെ പോകുന്നുണ്ട്. അടിപൊളിയാണ്. ചെക്കൻ ചായ വെച്ചിക്ക്. അവസരം ഇവിടെ ഉണ്ട്. ഞാൻ പല്ലേക്കാൾ പരിപാടിയിലാണ്. ഓ ചിരിക്കുന്നു മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ സുർക്കയ്ക്ക് ഇനിയും എത്രയോ കിലോമീറ്റർ ഉണ്ട്. 90 കിലോമീറ്ററൊക്കെ ഉണ്ടാവും. 8 മണിക്കെങ്കിൽ ഇറങ്ങിയാൽ എവിടെയെങ്കിലും എത്താൻ പറ്റുമായിരിക്കും. അപ്പോൾ ഞാൻ പോയി പല്ലേക്കട്ടെ. പല്ലേച്ച് വന്ന് ചായ കുടിച്ച് ഇറങ്ങാൻ നോക്കട്ടെ. ഓക്കെ, സെറ്റ്. ലുക്കിലേക്ക് ഇപ്പോൾ ഫ്ലൈറ്റ് ഓടുന്നില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ പല്ലേക്കാൻ വേണ്ടി വന്നിരുന്നു. ഇവിടെ പല്ലേക്കാൻ വെള്ളം കിട്ടും. മലമുകളിൽ നിന്ന് വരുന്ന വെള്ളമുണ്ട്. ഞാൻ കാണിച്ചുതരാവേ. കണ്ടോ മലമുകളിൽ നിന്ന് വരുന്ന വെള്ളമാണ്. സീതീസ് നമുക്ക് എത്ര മണി യൂസ് ചെയ്യാം. അത് നല്ല തണുത്ത ഉഷാറ് വെള്ളം. വാവ്. അതുകൊണ്ട് മൂക്കൊക്കെ ഒന്നങ്ങനെ കേകി പല്ല് തേച്ചു. മൂത്രയ്ക്കാനുണ്ട്. മൂത്രയ്ക്കാൻ ഫുൾ സെറ്റ്. ഇന്നാകെ പാർലെ ബിസ്ക്കറ്റും കട്ടൻ ചായ ഉള്ളു ഗൈസ്. എന്താ ചെയ്യുക? എന്തൊക്കെ വാങ്ങി, പക്ഷെ ഒന്നും കാണുന്നില്ല. എവിടെ പോയി എന്തോ. 8 മണി ആയി ഓൾറെഡി. പെട്ടെന്ന് ലൈറ്റായിട്ട് കഴിച്ചിട്ട് ഇറങ്ങുന്നാവും നന്നാവുക. അല്ലേ? അതാ നല്ലത്. അങ്ങനെ റേസിൻ്റെ കുളി കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. തണുത്ത വെള്ളം, മജ്ജ വെള്ളം അല്ലേ? മലേൻ്റെ മുകളിൽ നിന്ന് വരുന്ന നല്ല കിടലും തണുത്ത വെള്ളം. ഇവരോട് മക്കളെ ഞാൻ കുറച്ച് ഉപ്പ് ചോദിച്ചിട്ട് ഇവർക്ക് ഇനി ഉള്ളിക്ക് പോകും തോറും ഇവർക്ക് എന്താ അറിയില്ല, ഹിന്ദി അറിയില്ല. ഇംഗ്ലീഷ് അറിയും കുറച്ചൊക്കെ, പക്ഷെ ഹിന്ദി തീരെ അറിയില്ല. നമുക്ക് ചോദിച്ച് ഞാൻ എന്തോരം കാണിച്ചെടുത്ത് കിട്ടിയില്ല. ഈ രീതിയാണ് നമുക്ക് എന്ന് കേട്ടോ. രീതി പണിക്ക് തോന്നിയ രീതിയൊക്കെ ചുമ്മാ പവർ. രീതി എന്തായാലും അവസാനിക്ക് നമുക്ക് തന്നു. ആക്ച്വലി ഞാൻ ഗൂഗിളിൽ അതിൻ്റെ ഇമേജ് ഇട്ടിട്ട് കാണിച്ചു കൊടുത്തു. അങ്ങനെ അവസാനം നമുക്ക് കിട്ടി. എന്തിനാ, നമുക്ക് കുറച്ച് നാരങ്ങ വെള്ളം ഉണ്ടാക്കണം. നമ്മളുടെ എനർജിയൊക്കെ തീർന്നു തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഒന്ന് ബൂസ്റ്റ് ചെയ്യണ്ടേ, അതിന് വേണ്ടി നാരങ്ങ വെള്ളം ഉണ്ടാക്കണം. ഓക്കെ, ടെൻ്റൊക്കെ വരുന്നുണ്ട് കേട്ടോ. സെറ്റാണ്. പാക്ക് ചെയ്ത് പോകണം. അപ്പോൾ ഇത് വൃന്ദ നമുക്ക് വേണ്ടി നാരങ്ങ വെള്ളം ഉണ്ടാക്കിയാണ് ഗൈസ്. ഉപ്പിട്ട നാരങ്ങ വെള്ളം ബൂസ്റ്റ് ചെയ്യാണ്. ഉഷാറായി കയറാൻ വേണ്ടി നല്ലതാണെന്നാണ് വൃന്ദ പറയുന്നത്. ഞാൻ മാത്രല്ല, സയൻസും പറയുന്നുണ്ട്. സയൻസ് 7 മണിക്ക് ഇറങ്ങണമെന്ന് ഇന്നലെ രാത്രി കിടന്നപ്പോൾ കരുതിയിരുന്നു. 7 മണി ഏറെയായി, പിന്നെ 8 മണിയായി. എല്ലാം കൂടെ താങ്ങി പിടിച്ച് ഇറങ്ങുമ്പോഴേക്കും 9 മണിയായി. നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ രാവിലെ 7 മണിക്ക് തന്നെ ട്രക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. എന്നാൽ കുറച്ചധികം ദൂരം കവർ ചെയ്യാൻ പറ്റും. ഞങ്ങൾ പിന്നെ ഭയങ്കര ഹറിബറി ഒന്നും കൂട്ടാതെ സ്ലോ മോഷനിൽ, അതാകുമ്പോൾ ഒരു സൗകര്യം ഉണ്ടാവുമല്ലോ. ചെക്കന്മാരൊക്കെ സെറ്റാക്കിട്ടോ. റേസ് വിത്ത് ബ്ലാക്ക് കടട വിത്ത് ബാക്ക്ഗ്രൗണ്ടിൽ പശു, പിന്നെ അഫ്സൽ. എല്ലാവരും ഓൾ റൈറ്റ് ആണ്, ഓക്കെയാണ്. ഇന്ന് രാവിലെ പിന്നെ നാരങ്ങ വെള്ളമൊക്കെ കുടിച്ച് ലോഡ് ചെയ്ത് കുറച്ച് സെറ്റായിട്ടുണ്ട്. എനിവേയ്സ് പോയോക്കട്ടെ. എന്ത് നാരങ്ങ വെള്ളം. ഇപ്പോൾ നമ്മളുണ്ടല്ലോ സൊളുക്കുമ്പൂന്ന് സുർക്കിയ പോണ വഴിയാണ്. റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, കണ്ടല്ലേ?
റോഡൊക്കെ ചെറിയ മുഷ്കിലാണ്, റോഡ് പണി നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഇവിടെ വെയിറ്റ് ചെയ്യാം. ആ ലോറി ഒന്ന് പോയാൽ നമുക്കൊന്ന് പാസ് ചെയ്ത് പോയേനു. അപ്പൊ ഇന്നത്തെ നമ്മളെ സംഭവങ്ങളെല്ലാം എവറസ്റ്റ് സ്പേസ് ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ലുക്ലയിൽ എത്താൻ വേണ്ടിയിട്ട് നമ്മൾ സോഡുകുമ്പൂന്ന് ലുക്ലേക്ക് നടക്കുന്നതാണ് നമ്മൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കൺഫ്യൂസ്ഡ് ആവണ്ട. ഓക്കെ, എന്താ കൂടെ അപ്പോ സുർക്കയിലേക്കുള്ള നടത്തം തുടർന്നുകൊണ്ടിരിക്കുന്നു. കാണാൻ അടിപൊളി കുറെ കാഴ്ചകളുണ്ട്, അതൊന്ന് കാണിച്ചു തരാം. നോക്ക് നോക്ക്, ഈ വട്ടവട, മീശപ്പുലിമല അതൊക്കെ പോകൂലേ, ആ ഒരു മൂഡ്, അതിനെക്കാട്ടിലും മൂടുണ്ട് തോന്നുന്നുണ്ട് കേട്ടോ. ഇതിപ്പോ ഒരു ചായക്കടയാണ്, ഒരു വീടുമാണ്. നമ്മളിവിടെ കയറി 2 ചായ പറഞ്ഞിക്ക്, കട്ടൻ ചായ. ഇതൊക്കെ നമുക്ക് ഇനി പോകാനുള്ള വഴിയാണ്. EBC എളുപ്പമല്ല, പക്ഷേ ഇഫ് യു ഹാവ് ദ മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ, നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നഷ്ടം തോന്നില്ല. വേർത്തായിട്ടുള്ളൊരു സാധനമാണ്. വിറക് പുരയൊക്കെ ഉണ്ട് കേട്ടോ, ഇവിടെ ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ, വിറക് പുരകളൊക്കെ ഉണ്ട്. വന്ന വഴിയാണ്. എവറിത്തിങ് ഈസ് ഗുഡ്. ഓടി കളിക്കുന്നേ. ആ ലോക്കായി. പോയിക്കോ. ലോക്കായത് ഞാനല്ല, പശു മീൻസ് കുട്ടി ലോക്കായി എന്ന് പറഞ്ഞേ. കൂട്ടം തെറ്റിപ്പോയോ? അങ്ങ് പൊക്കോ. ഞങ്ങൾ പോകുന്നയാ, ഞങ്ങൾ കൂടെ പോരുന്നാ. അവിടെ ഇവിടെ പ്രത്യേക തരത്തിലുള്ള പക്ഷികളെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. യാരത് നോക്കുന്ന അത് തണുപ്പ് ഉള്ള സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന പ്രത്യേക തരം പക്ഷികളൊക്കെ ഒന്ന് കൊത്തൂലേക്കും. ഓക്കേ, അപ്പോ ഞങ്ങൾ നടത്തം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഫുള്ളായിട്ട് എന്തായാലും ക്യാപ്ചർ ചെയ്യാൻ കഴിയില്ല, ഒന്നാമത് ഹൈക്കിംഗ് അല്ലേ. എന്നാലും ചില സംഭവങ്ങളും ചില കാഴ്ചകളൊക്കെ കാണിക്കാം. അപ്പോൾ ഞങ്ങളിങ്ങനെ ജസ്റ്റ് ഒരു ടോയ്ലറ്റ് കണ്ടപ്പോൾ, ഇവിടുത്തെ ടോയ്ലറ്റ് ഒക്കെ കണ്ടോ, അങ്ങനെ പോണ വഴിക്കൊക്കെ ഇങ്ങനത്തെ ചെറിയൊരു ടോയ്ലറ്റ് ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് വലിയ വിഷയങ്ങളില്ല. ഇതാണ് ഞാൻ പറഞ്ഞ പക്ഷി. കണ്ട മജ വിഷയം. പിന്നെ ഇവിടെ കുറേ നല്ല കാഴ്ചകളുണ്ട്. മൈ ബാക്ക് കണ്ടോ ഹൈവ, ഏത് പൊളിയാ. തണുപ്പാണ് കേട്ടോ, സണ്ണി ക്ലൈമറ്റ് ഒക്കെ പോയി. അവിടെ സുനോലിലും കാഠ്മണ്ഡുവിലൊക്കെ ഈ സമയത്ത് ചൂടാണ്, വെയിലാണ്. പക്ഷേ ഇവിടെയൊക്കെ വളരെ നല്ലൊരു ക്ലൈമറ്റാണ്. ഒരു തണുപ്പ്, നല്ലൊരു ക്ലൈമറ്റ്. നമുക്ക് ഇങ്ങനെ നടന്ന് സുഖമായിട്ട് പോവാം. ഡീഹൈഡ്രേറ്റ് ആവാതെ നോക്കണം, അത്ര മാത്രമേ ഉള്ളൂ. ബാത്റൂമിന് വ്യൂ ഉണ്ട്, അത് ബാത്റൂം കാണിച്ചുതരാം. ഇതാണ് ബാത്റൂമിൽ നിന്ന് ഇങ്ങനെ നടക്കുമ്പോൾ നമുക്ക് ഇത് അവിടെ നിന്ന് നല്ലൊരു വ്യൂ കിട്ടും. പാത്തിട്ടിയാ, ഏത് വ്യൂ മോനെ, ബാത്റൂം എന്നാന്നുള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, എന്നാ പോവല്ലേ? എന്താ അവസ്ഥ, സെറ്റല്ലേ? മച്ചാൻ ട്രൈപ്പോഡൊക്കെ കൊണ്ടുവന്നിട്ടോ. കിട്ടിലും കുറച്ച് ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട്, അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇടണേ. അപ്പൊ ചലിക്കട്ടെ. ചെറിയൊരു ബ്രേക്ക് എടുക്കാതിരുന്നു. കുഴങ്ങി ചത്ത് ചെറുതായിട്ട്. എടുത്തോ വീഡിയോ, വലിയ വീഡിയോ അല്ലേ ഇപ്പം. ഇപ്പം 12:30 സമയം. ക്ലൈമറ്റ് ഒന്ന് മാറുന്നുണ്ട്, മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. ഇപ്പം എങ്ങാനും മഴ പെയ്താ ഒരു മൂഞ്ചലുണ്ട്, നല്ലൊരു മൂഞ്ചൽ. കാരണം കയറി നിൽക്കാൻ പോലും ഒരു വീടോ ഒരു ചായക്കടയോ ഒന്നും കാണുന്നില്ല. അയ്യോ, മഴ പെയ്താൽ തീർന്നു പോനെ. കാണിച്ചു തരട്ടോ, നോക്ക്, ഇങ്ങനെ ഒരു വഴിയാ. ഈ വഴിയിലൊരു ചായക്കട പോലും ഇല്ല. നോക്ക്, അമ്പോ, ഇപ്പം മഴ പെയ്താലൊരു മൂഞ്ചലുണ്ട്. അല്ല, ക്ലൈമറ്റ് മാറി നോക്ക്. നെയ്യാണ്, എന്നിട്ട് പോലും ക്ലൈമറ്റ് മാറുന്നത്.
കണ്ടോ, വഴി കണ്ടോ? വിഷയമാണ്. ഈ വഴിയിലൊന്നും ഒരു ചായക്കടയോ വീടോ ഒന്നുമില്ല. പോയി നോക്കട്ടെ. എന്താവോ, എന്തോ മഴ തുള്ളിയിടുന്നുണ്ടോ, വിഷയം. ഹോ ഹാ ഹോ, ഹോ ഹാ ഹോ, ഹൊയ് ഹൊയ് ഹൊയ്, അയ്യോ അയ്യോ അമ്മേ. ഹോ ഹോ ഹോ, കണ്ടോ കണ്ടോ കണ്ടോ, ഫുൾ മഴക്കാറാ. മഴ പെയ്തു തുടങ്ങിക്ക്. വിഷയം പെയ്ത് മക്കളെ, മഴ പെയ്ത്. നോക്ക് നോക്ക്, ട്രക്കിങ് കേട്ട് നിന്ന് ഭാഗ്യത്തിന് വീട്ടിലെത്തി. അതുകൊണ്ട് ഇപ്പോൾ ആ സാധനങ്ങളൊക്കെ കയറ്റി വെച്ച് ഇവിടെ ഇരിക്കാനായി അല്ലേ ഈസേ. അയ്യോ മഴ, ഇനി എങ്ങനെ ട്രക്ക് ചെയ്യും അല്ലയ്യ. വേറെ നമ്മൾ ചായ പറഞ്ഞേക്ക്, ചായയും കടിയും കഴിച്ചോണ്ടിരിക്കാം. ഓ മഴയാണ്. മഴ പെയ്യുന്നുണ്ടാ? പുറത്ത് നല്ല മഴ. ഞങ്ങളിവിടെ ചായ പറഞ്ഞേക്ക്, ഒരു നേപ്പാളി സ്നാക്സ് ഉണ്ട് കയ്യില്. ചായ വന്നു, ചായ വന്നു. ആഹാ, മഴയാണ്, മഴ മഴ മഴ. ഏകദേശം 2 മണിക്കൂറായി ഞങ്ങൾ ഇവിടെ കയറി തുടങ്ങിയിട്ട്. മഴ നിന്നിട്ടില്ല വരെ, ചീഞ്ഞൊരു മഴ. ഈ മഴയത്ത് എങ്ങനെ ട്രക്ക് ചെയ്യാനാ? റെയിൻകോട്ട് എടുത്തിട്ടില്ല. ബാഗിന് റെയിൻകോട്ട് ഉണ്ട്, ഞങ്ങൾക്ക് റെയിൻകോട്ടില്ല. കണ്ട അമ്മേ, ചീഞ്ഞ മഴ. ഈ റോട്ടിലൂടെ മഴയത്ത് പോയാൽ അത്ര സുഖം ഉണ്ടാവില്ല. അതിനെക്കാളും നല്ലത് ഇവിടെ തന്നെ കാത്തിരിക്കുന്ന ടീംസൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ആവശ്യത്തിലധികം റെസ്റ്റ് കിട്ടി ഞങ്ങൾക്ക് അല്ലേ? ഇപ്പം ഈ മഴ ഇവിടെ ഒരു അടിപൊളി എന്തുണ്ട്, സൂര്യകാന്തിയാണോ? അടിപൊളിയാണ് എന്തായാലും. ഇവരെ വീട് അടിപൊളിയാണ്. നമ്മൾ കറക്റ്റ് ഒരു നല്ല സ്ഥലത്ത് എത്തിയോണ്ട് നമുക്ക് വിഷയമില്ല. പിന്നെ നമ്മൾ ഫോണിലൊന്നും ചാർജ് ഉണ്ടായിരുന്നില്ല, ഇവിടെയൊക്കെ കുത്തിയിട്ടേക്ക്. നല്ല ചായയും കിട്ടി. ഈ ചീഞ്ഞ മഴ നിൽക്കാതെ നമുക്ക് ഇറങ്ങൽ ടാസ്ക്കാണ് മക്കളെ. അല്ലേ തന്നെ പിന്നെ സൂർക്കയത്താണെങ്കിൽ 2-3 ദിവസം എടുക്കും. അതിൻ്റെ ഇടയിൽ കൂടെ ഇപ്പം മഴയുടെ പെയ്ത് സ്റ്റക്കായതുകൊണ്ട് നമ്മൾ വിചാരിച്ചതിനെക്കാട്ടും സമയം എടുത്ത് നമുക്കവിടെ എത്താൻ പറ്റില്ലുണ്ടാവുള്ളൂ. പക്ഷേ മഴയത്തുള്ള ട്രക്കിങ് ഞാൻ പ്രിഫർ ചെയ്യുന്നില്ല. ഒരു വീടിൻ്റെ ഉൾഭാഗമൊക്കെ നോക്കി, ഭയങ്കര വൃത്തിയാ. ഇതുണ്ടല്ലേ, ഇതെന്താ അറിയോ? ഇത് നമ്മളെ ചോളമാണ്. ചോളം ഒരു കൃഷി എന്തേ ഉണ്ടാവില്ലേ, വാങ്ങി വെച്ചായിരിക്കും. പിന്നെ ഇവിടെ കുറേ അതിൻ്റെ പാത്രങ്ങളൊക്കെ ഉണ്ടല്ലേ. ഒരു അടിപൊളി റൂമും വീടൊക്കെയാണ് ഇവിടെ. നമ്മുടെ സാധനങ്ങളുണ്ട് ഇവിടെ. അപ്പം അതൊക്കെയാണ് അവസ്ഥകൾ. മഴ നിൽക്കാതൊന്നും പറയാൻ പറ്റില്ല. അണ്ടർഗ്രൗണ്ടൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് അണ്ടർഗ്രൗണ്ടിലേക്കൊരു സെറ്റപ്പൊക്കെ ഉണ്ട്. ഇറങ്ങി നോക്കിയിട്ടില്ല ഞങ്ങൾ. ഇവിടെ അങ്ങനെ നല്ലൊരു ദീദി ഉണ്ട്. ദീദി അടിപൊളിയാ. ദീദി പോയി ഇപ്പം അങ്ങോട്ട് ചിൽ ദീദി. ഇവിടെ കിടക്കാനൊക്കെ പറ്റും സെറ്റായിട്ട്. എന്തായാലും ട്രക്കിങ് കണ്ട് മൂഞ്ചി കിട്ടി. കഥം കുത. വീണ്ടും മഴ സ്ട്രോങ് ആവാണ്. ഞങ്ങൾ മഴയൊന്ന് നിന്ന് കണ്ടിട്ട് വലിയ ആൾക്കാരായിട്ട് ഇറങ്ങിയതാ. പക്ഷെ
ഐ തിങ്ക് മഴ ഇനിയും കൂടാൻ പോവാണ്. കുറച്ചെങ്കിലും ചലിക്കേണ്ടേ കരുതി. 2-3 മണിക്കൂറായി ഞങ്ങൾ അവിടെ തന്നെ സ്റ്റക്കായി നിൽക്കുന്നു. കുറച്ച് നടന്നു വെക്കാം എന്താണ് അവസ്ഥ എന്നുള്ളത്. സോ ഹിയർ ഐ ആം. നോക്കട്ടെ നടന്നു നോക്കട്ടെ എന്താ അവസ്ഥ എന്ന്. ഓക്കേ, അവിടെ ആ ദീദിയൊക്കെ അടിപൊളിയേനു, അവർ ചില്ലേനു. പക്ഷെ എങ്കിലും ഇങ്ങനെ ചില്ലായിട്ട് നിന്നാൽ പോരല്ലോ പോണ്ടേ. പക്ഷേ മെയ് മാസമാണ്, എന്താ ഇപ്പം മഴ എനിക്ക് അറിഞ്ഞൂടാ. കാണുന്നുണ്ടോ? നമ്മ റെയിൻകോട്ട് ഇടായിരുന്നു മറ്റേ ബാഗിൻ്റെ, അങ്ങ് മറന്നുപോയി. മഴ പെയ്ത് ആകെ കൊളായി. പക്ഷെ പോണ വഴിക്ക് അടിപൊളി കേട്ടോ. കണ്ടോ ഒരു ചെറിയ സ്റ്റൂപ്പൊക്കെ കാണാം. ഇതൊരു ഹോട്ടൽ എന്തോ ആണ്. പക്ഷേ ഈ സ്റ്റൂപ്പ് എനിക്കിഷ്ടമായി. മഴയായിട്ട് ക്ലൈമറ്റൊക്കെ രസമുണ്ട് കാണാൻ. പക്ഷേ ട്രക്കിങ് വലിയ മൂടില്ല. ഇവിടെ എന്തോ സബ്ജി ഉണ്ട് കേട്ടോ, ഞാൻ കാണിച്ചുതരാം. എന്തോ ഇലവർക്കാ തോന്നുന്നുണ്ട്. കണ്ടോ ആ കാണുന്നൊരു പ്രത്യേക ഗ്രീൻ കളർ ഉണ്ടല്ലേ, എന്തോ സബ്ജിയാ ഈ സാധനം. പക്ഷേ കാണാൻ ഓസം, അടിപൊളി സ്ഥലം. കിടുലോസ്കി. ചെക്കന്മാർ നടന്നു പോകുന്നു. ഏതാ ഷോർട്ട് കട്ട്? ആന്നെയാ ഷോർട്ട് കട്ട് കയറ്റാന്നിട്ട്? ഓക്കെ DK നടന്നോ. അപ്പോൾ ഉണ്ടല്ലോ നമുക്കിവിടെ വഴി തെറ്റും. പക്ഷേ എങ്കിൽ ഇവിടെ കറക്റ്റ് വഴിയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ആടാ വേ ടു ലുക്ലയെന്നാണ് നമ്മളെ EBC സ്റ്റാർട്ട് ചെയ്യുക. സോ ഇതാണ് നമ്മളെ വഴി നോക്ക് മോനെ. സോറി, സ്റ്റെബിലൈസേഷൻ കിട്ടുന്നില്ല. പക്ഷേ മാഷാ അല്ലാ, ഏത് മൂടാ. മാഷാ അല്ലാ അടിപൊളി വഴി അല്ലേ. എനിക്കിഷ്ടമായി, നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ? ഇഷ്ടമാവും. സീരിയസ്ലി അടിപൊളിയാണ്. പക്ഷെ ക്ഷീണിക്കും, കയറ്റല്ലേ, കുറച്ച് ക്ഷീണിക്കും. പക്ഷെ കുഴപ്പമില്ല, നടക്കാം. ലുക്കിലെത്തണ്ടേ, EBC പിടിക്കണ്ടേ, നടക്കാം. പവർ. കുറേ ഇങ്ങനെ ഹോട്ടലൊക്കെ കാണാം കേട്ടോ. നമ്മൾ വന്ന വഴി, ഇപ്പോൾ പോകാനുള്ള വഴി. സോ നമുക്ക് എത്തേണ്ട സ്ഥലം ലുക്ല. നമുക്ക് പോണ വഴികളിലൊക്കെ നമുക്ക് എന്ത് കാണാൻ അറിയോ, ഇങ്ങനെ വേ ടു ലുക്ല ബോർഡ് കാണാം. ഇത് കാണുമ്പോഴൊരു സന്തോഷം മോനെ. എത്താനായി എന്നുള്ളൊരു ചെറിയ ഫീലിംഗ് വരുമല്ലോ. ഇതാണ് കേട്ടോ ജീപ്പ്. ഈ ജീപ്പിനാണ് നമ്മൾ പോവുകയാണെങ്കിൽ 3000 രൂപ കൊടുക്കേണ്ട ആ മുതൽ. പക്ഷെ 3000 കൊടുത്ത് പോവാതിരുന്നത് വളരെ നന്നായി എന്ന് ഇപ്പോൾ തോന്നുന്നു. കാരണം അത്രയും നല്ല കാഴ്ചകൾ കിട്ടി. പോണ വഴിക്ക് ഇങ്ങനെ നല്ല നല്ല അടിപൊളി സ്റ്റൂപ്പുകളൊക്കെ കാണാം കേട്ടോ. നേപ്പാളിൻ്റെ സ്വന്തം സ്റ്റൂപ്പാസ്. അടിപൊളിയല്ലേ, കിട്ടുന്ന സാധനം.